ഹലോ, നോമ്പ് തുറക്കൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലോടുകൂടിയുള്ള പീസ് വേണമെങ്കിൽ എടുക്കാം. ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. നന്നായി കൈകൊണ്ട് തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. 10 മിനിറ്റ് എന്തായാലും മാറ്റി വെച്ചാൽ മാത്രമാണ് നമ്മുടെ മസാല നന്നായി ചിക്കനിലേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഒരു പാനിലേക്ക് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് ഓരോ പീസസായി എടുത്തിട്ടതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്താൽ മാത്രം മതി. ഓവർ ഫ്രൈ ആയാൽ നമ്മുടെ മസാലയിൽ ഇട്ടാൽ അത് ചിക്കൻ കുറച്ച് ഹാർഡായ പോലെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് സോഫ്റ്റായി കിട്ടണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഒരു ഭാഗം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം കൂടി തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത് നമ്മുടെ 2 ഭാഗവും 2 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ മാത്രം ചെയ്തെടുക്കുക. ഡീപ് ഫ്രൈ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ മസാലയിലിട്ടാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്നും കോരി മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ആ സെയിം ഓയിലിൽ നിന്ന് ഒരു 5-6 ടേബിൾ സ്പൂണോളം ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 4 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പേസ്റ്റോ ചതച്ചതോ ഒന്നുമല്ല, ജസ്റ്റ് ഇതേപോലെ മുറിച്ചിട്ടെടുക്കുക. പിന്നെ ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തെടുത്തതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലെല്ലാം കുറച്ച് കൂടുതൽ ഇട്ടാലാണ് മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ സവാള വയന്ന് കിട്ടണം. അപ്പോൾ ഉപ്പിട്ട് കൊടുത്താൽ നമുക്കിത് പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഉപ്പിട്ട് കൊടുത്തത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ സവാള ഇവിടെ നന്നായി സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഇടൽ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇട്ടാൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റി ആയിരിക്കും മസാലക്ക്. അപ്പോൾ ഞാൻ നല്ല പഴുത്ത ഒരു ചെറിയ തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഏകദേശം ഒന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. മസാലപ്പൊടികളൊന്നും കൂടുതൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ അളവ് തന്നെ ഇട്ട് കൊടുത്താൽ മതി. കൂടുതൽ ആഡ് ചെയ്താലും മസാലയ്ക്ക് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ വളരെ കുറച്ച് മസാലകൾ മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കണ്ടൂ. ഇനി ഇതിലേക്ക് ഞാൻ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് മുളക് പൊടിൻ്റെയും കുരുമുളക് പൊടിൻ്റെയും എരിവ് മാത്രമേ ഇതിലുണ്ടാവും. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ലാസ്റ്റ് 1 ടീസ്പൂണോളം ചിക്കൻ മസാല കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. നിങ്ങൾ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണം എല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഞാനൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത്. നിങ്ങൾക്ക് ഇതേപോലെ പൊടിയായിട്ടിടാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെറിയ പീസസായിട്ട് മുറിച്ചിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതും കൂടി നന്നായി നമുക്കിതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയിലുള്ള മസാലയും അതുപോലെ തന്നെ ഈ ചിക്കനും കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സായി കിട്ടണം. അപ്പോൾ ആ ഒരു രീതിക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷണലാണ്. പക്ഷേ ഇതും കൂടി ഇട്ടാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ തക്കാളി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചെടുത്താലും മതി. അപ്പോൾ എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് 1 കപ്പ് മല്ലിയില കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല മാറ്റി വെക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാനിവിടെ കുറച്ച് ബണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ബന്നിലേക്ക് നമുക്ക് ഈ മസാല ഫില്ല് ചെയ്തെടുക്കാം. ഇനി ബന്നല്ല, നിങ്ങളടുത്ത് ബ്രെഡാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ബന്നിൽ ചെയ്തെടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. നിങ്ങളെന്തെങ്കിലും പാർട്ടിക്കെല്ലാം ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ ബന്നാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ബ്രെഡ് എടുത്താലും മതി. അപ്പോൾ ഈ ഒരു ബന്നിൻ്റെ അടിഭാഗം ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ പകുതി മുറിച്ചിട്ടാണ് ചെയ്യാറ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിലും ബെസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതാണ്.
അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഹോളിലേക്ക് നമ്മൾ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. മസാല ഓവറായി ഫില്ല് ചെയ്യാൻ പാടില്ല. നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച പീസ് നമുക്ക് എന്താ പറയുക, അതിൽ ഒരു സ്പേസ് വേണം. അതിനനുസരിച്ചിട്ട് നമ്മൾ മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതവിടെ നിൽക്കും. അതിന് പ്രത്യേകിച്ച് ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മുടെ ഒരു ബന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങളിത് ബ്രെഡിൽ ചെയ്തെടുക്കുന്ന സമയത്ത് ബ്രെഡ് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. നമുക്ക് ഇനി നമ്മൾ തയ്യാറാക്കി എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ബന്നിലും ഇതേപോലെ മസാല ഫില്ല് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഈ അടിഭാഗം മുറിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അധികം ഡീപ്പായിട്ട് കട്ട് ചെയ്യരുത്. അപ്പോൾ ഇത് ബന്ന് മുറിഞ്ഞു പോകും. അപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതോടുകൂടി നമ്മുടെ സ്നാക്ക് റെഡിയായി. ഇനി നമുക്കിത് സെർവ് ചെയ്യുന്നതാണ്. അതേപോലെ ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഒരു 5 ബന്ന് ഉണ്ടാക്കിയാൽ ഒരു 10 എണ്ണം നമുക്ക് കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മയോണൈസ് ആയാലും മതി. പിന്നെ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. പിന്നെ ഇത് ഇതേപോലെ സെർവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് മുട്ടയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഫ്രൈ പാനിൽ ജസ്റ്റ് ടോസ്റ്റ് ചെയ്തെടുത്താലും നല്ല ടേസ്റ്റിയാണ്. ഇതേപോലെ ഇങ്ങനെ കെച്ചപ്പ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.